ഹലോ, നമസ്കാരം, സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഏവർക്കും നമ്മുടെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഗംഭീരമായിട്ടുള്ള സപ്പോർട്ടിന് എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും ഇതുപോലുള്ള സപ്പോർട്ട് നൽകുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ സമയം പോലെ കാണുക. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പോയിന്റ് വരാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഫഹദ് ഫാസിലിൻ്റെ സൂപ്പർ ഹിറ്റ് തന്നെയാണ്, മെഗാ ഹിറ്റ് തന്നെയാണ്, ആവേശം എന്ന ചിത്രത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ തമ്പനയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതായത് നമ്മളുടെ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ആ ക്യാരക്ടർ, കഥാപാത്രമായിട്ടുള്ള രംഗണ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം സൈക്കോ ആണോ, സൈക്കോപാത്താണോ? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു സൈക്കോ അല്ലെങ്കിൽ സൈക്കോപാത്ത് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴത്തെ രംഗണ്ണനെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് വെള്ളയിട്ട് കൊമ്പൻ മീശ ഉള്ള അല്ലെങ്കിൽ സ്വർണ്ണാഭരണം ഇട്ട് നടക്കുന്ന രംഗണ്ണനെ കാണുമ്പോൾ അത് മനസ്സിലാവത്തില്ല. കാരണം ആ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ നമുക്കൊരു സ്നേഹവും ഇഷ്ടവും ഓമനത്വം ഒക്കെ തോന്നുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അത് കൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ട. അത് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ രംഗണ്ണൻ്റെ ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ മതി. പഴയ രംഗണ്ണൻ അദ്ദേഹം സഞ്ചരിച്ച വഴികളോട് നോക്കുക. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, വെള്ള ഇടാത്ത കളർ ഷർട്ടും പാൻറ്റും ഇടുന്ന, നേവി കട്ട് അടിച്ചിട്ടുള്ള, കൊമ്പൻ മേശ ഇല്ലാത്ത, ഓൾമോസ്റ്റ് ക്ലീൻ ഷേവ് ആയിട്ടുള്ള ആ രംഗണ്ണനെ നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലൊരു ഓമനത്വം ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സൈക്കോപാത്താണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ രംഗണ്ണൻ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് മേക്കിംഗ് ഓഫ് സിനിമ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സൈക്കോ അല്ലെങ്കിൽ സൈക്കോപാത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. അങ്ങനെ ഒരു എക്സ്ട്രീം ഡാർക്ക്നെസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ആവേശം എന്ന സിനിമ ജനഹൃദയങ്ങളെ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സൈക്കോപാത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഡാർക്ക്നെസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ജനഹൃദയങ്ങളെ അല്ലെങ്കിൽ ഫാമിലീസിനെ, കുട്ടികളെ, ചെറുപ്പക്കാരെ ഒന്നും കീഴടക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും ഭയന്നു പോവും, ടെൻഷനിലായി പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് അവരത്, പക്ഷേ ഇത്രയും മനോഹരമായിട്ട് ആ ഒരു ട്രാൻസിഷൻ അത് സാധിക്കത്തില്ല. ഗംഭീരമായിട്ടാണ് അത് മനസ്സിലാക്കാത്ത രീതിയിൽ. എന്നാൽ ആ സൈക്കോപാത്തിൻ്റെ എലമെൻസിൽ ഇങ്ങനെ വാരി വിതറി ഇവർ അങ്ങിങ്ങുമായിട്ട് കാണിക്കുന്നുണ്ട് താനും. അപ്പോൾ അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഇപ്പോഴത്തെ രംഗണ്ണനോട് നമുക്ക് ആ ഒരു ഇഷ്ടവും സ്നേഹവും ഓമനത്വവും ഒക്കെ ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് വല്ലപ്പോഴും ആ ഒരു പഴയ രംഗണ്ണൻ സൈക്കോപാത്ത് ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മൾ ടെൻഷൻ ആകുന്ന ആ മൊമെൻറ്റിൽ ഇതിൻ്റെ മേക്കേഴ്സ് കറക്റ്റായിട്ട് അത് ശ്രദ്ധ തിരിച്ചു വിടുന്നുണ്ട് താനും. അതൊരു എന്താണ് പറയുന്നത്, സലാം. ആ ക്രിയേറ്റിവിറ്റിക്ക് മുമ്പിൽ ഇവരൊക്കെ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ക്രിയേറ്റീവ് ജീനിയസ്, ക്രിയേറ്റീവ് രാക്ഷസന്മാരെന്ന് തന്നെ വിളിക്കുക. എങ്ങനെ ഇത് ഇത്രയും ക്രിയേറ്റീവ് ആകുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ, സങ്കല്പിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സൈക്കോ അല്ലെങ്കിൽ സൈക്കോപാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് വീഡിയോ തീർക്കണം, കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതായത് ഈ സൈക്കോപാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൈക്കോപാത്സിന് ബൗണ്ടറികളില്ല, അതിരുകളില്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവർ ആ കൃത്യം നിർവഹിക്കാനായിട്ട് ഇവർ പ്ലാനിങ് ഒക്കെ നടത്തും. പക്ഷേ ആ കൃത്യം നിർവഹിച്ചതിന് ശേഷം കൂടുതൽ ചിന്തിക്കുകയൊന്നുമില്ല ഇവർ. അയ്യോ അത് ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ അയ്യോ അവന് ഹെർട്ട് ചെയ്തോ, അവൾക്ക് ഹെർട്ട് ചെയ്തോ, അതൊന്നുമില്ല. അവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഇവരുടേത്. അതാണ് ഈ സൈക്കോപാത്ത് എന്ന് പറയുന്നത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ, ഡാർക്ക് ആയിരിക്കും, ഭയങ്കര ഡാർക്ക്നെസ് ആയിരിക്കും ഇവരുടെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ പഴയ രംഗണ്ണനിലുണ്ട്. ഇപ്പോഴത്തെ രംഗണ്ണനിൽ അത് ഇല്ലെന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ആ സിനിമാക്കാരുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സിനിമ കണ്ടവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും, ഇല്ലാത്തവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്തായാലും കാണണം. കാരണം പ്രേമലു സിനിമയ്ക്ക് പിന്നിൽ ഐ തിങ്ക് ഫഹദ് ഫാസിലിൻ്റെ ഈ ടീമാണെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ ഇവർ ഈ കറക്റ്റായിട്ട് ഈ ചെറുപ്പക്കാരുടെ, അതായത് യുവാക്കളുടെ ഒരു പൾസ് ഇവർ റിസർച്ചോ മറ്റോ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഇവർ പൾസ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയിക്കുന്നത്. ഇപ്പോൾ ഈ പ്രേമലു ചിത്രത്തിന് കിട്ടിയ അതേ സ്വീകരണം തന്നെ ഈ സിനിമയ്ക്കും കിട്ടുന്നതായിരിക്കും. ഇത് ഒരു കാര്യം എന്താ, ഈ പ്രേമലു സിനിമ ആവേശമാണെങ്കിൽ ഞാനിങ്ങനെ കെയർഫുള്ളായിട്ട് ഈ നാട്ടുകാരെ ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു. ഇത് ചെറുപ്പക്കാർ ആദ്യം വരും, ചെറുപ്പക്കാർ പിന്നീട് ഇവരുടെ കൂട്ടുകാരെ വലിച്ചുകൊണ്ട് വരും, പിന്നീട് ഇവരുടെ പേരൻസിനെയും കൊണ്ട് വരുന്നുണ്ട്. ഞാനിത് പ്രേമലു സിനിമയിൽ കണ്ടതാണ്. പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു പറ്റം ചെറുപ്പക്കാർ ടീംസ് ഉണ്ട്, അവരെയൊക്കെ കെട്ടിവലിച്ചുകൊണ്ട് ഇവർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഗംഭീരമായിട്ടുള്ള സ്വീകരണം ഈ ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ പഴയ ചിത്രമായാലും ഇപ്പോഴത്തെ ഈ ആവേശം സിനിമയ്ക്കായാലും. അപ്പോൾ ഇത് ഇപ്പോഴെങ്ങും നിൽക്കാൻ പോകുന്നില്ല, ഗംഭീരമായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓസം മേക്കിംഗ്, സൂപ്പർ ഹിറ്റാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും കാഴ്ചപ്പാടുകളും നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മുടെ ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്, ടേക്ക് കെയർ.